Audio Jungle. Audio Jungle. ഹലോ ഗായ്സ്, കഴിഞ്ഞ ദിവസം തേങ്ങ ഇടാത്ത മീൻകറി വെച്ചപ്പോൾ ഒരാൾ ചോദിച്ചു തേങ്ങ ഇട്ട മീൻകറിയുടെ റെസിപ്പി ഇടുമെന്ന്. അപ്പം നമ്മൾ തേങ്ങ ഇട്ട അയിലക്കറി കേട്ടോ. ഞാൻ ഇവിടെ സെയിം ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ചെറുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക് കീറിയത്. അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് ഇവിടെ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്, ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഉലുവട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിലേക്ക് തന്നെ നമ്മൾ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴഞ്ഞ് ഉടഞ്ഞ് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നോക്കണേ. തീയൊന്ന് കുറച്ച് വെച്ച ശേഷം കേട്ടോ നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്, ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ്, തേങ്ങയിൽ കൂടെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടി അരയ്ക്കുകയാണ് ചെയ്തത്. ആ അരപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനുള്ള ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ച കുടംപുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ കറി തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ നേരാക്കി കഴുകി വെച്ചിട്ടുള്ള അയില ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഓരോ സൈഡായിട്ട് അയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിലുകൊണ്ട് പരന്ന കയ്യിലുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കറി നല്ല തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് ഇറക്കി വയ്ക്കാം. അപ്പം കറി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റാ ബൈ.